സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ 2 സർക്കിൾസ് വൃത്തങ്ങൾ എന്ന ചാപ്റ്റർ ആണ്. അതിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് 2 കോഡ്സ് രണ്ട് ഞാനുകൾ എന്ന സെക്ഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ സർക്കിൾ വരച്ചു. സർക്കിളില് രണ്ട് ഞാനുകൾ നമ്മൾ വരയ്ക്കുകയാണ്, രണ്ട് കോഡുകൾ വരയ്ക്കുകയാണ്. അതിനെ AB എന്നും CD എന്നൊക്കെ പേര് കൊടുക്കുകയാണ്. അതിന്റെ രണ്ട് ഞാനും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ P എന്ന് വിളിച്ചാൽ നമ്മൾ പഠിച്ചു എന്താണ് AP × PB അല്ലെ. AP × PB എന്ന് പറയുന്നത് ഈക്വൽ ടു CP × PD ആണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. CP × PD ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നോക്കിയേ, ഇതിന് തന്നെ കുറച്ച് ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് കൂടെ ഉണ്ട് ഈ ഒരു ഇക്വേഷനിൽ. ഞാൻ പറഞ്ഞു ഈ ഫിഗറിന് എന്താന്ന് വെച്ചാല് നോക്കിയേ, നമ്മളിവിടെ നോക്കുമ്പോ ഇവിടെ AP × PB ഈ ലെങ്ത് ആണ് വരുന്നത്, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഞാൻ പറയാണ്, നമ്മളിപ്പോ ഈ AP എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലൈനിനെ വെറുതെ ഒന്ന് ഇവിടെ മടക്കി Pയിൽ വെച്ച് നമ്മൾ അതൊന്നെ ഒന്ന് മടക്കി ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ PBക്ക് പെർപെൻഡിക്കുലർ ആയ രീതിയിൽ ഇങ്ങനെ നമ്മൾ തിരിച്ചു വെക്കുകയാണ് ഈ PA എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലെങ്ത് എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനൊരു ഫിഗർ കിട്ടും. ഇനി ഇതിനെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് നമ്മൾ ഈ എയിൽ നിന്ന് അത് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഡോട്ടഡ് ലൈൻ നമ്മൾ വരച്ച്, അതേപോലെ Bയിൽ നിന്ന് അതൊരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഡോട്ടഡ് ലൈനിൽ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു റെക്ടാങ്കിൾ അല്ലേ കിട്ടുന്നത്. PB എന്ന് പറഞ്ഞിട്ട് PBA ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും പേര് നമുക്ക് കൊടുക്കാം, E എന്നോ എന്തെങ്കിലും കൊടുക്കുന്നു. അപ്പൊ നോക്കി ഇവിടെ നമുക്കൊരു റെക്ടാങ്കിൾ ആണ് കിട്ടിയത്. അപ്പൊ ഈ AP × PB അല്ലെങ്കിൽ PA × PB എന്ന് പറയുന്നത് എന്താണ്? ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് വരുന്നത്. അപ്പൊ ഈ ലെഫ്റ്റ് പാർട്ടിൽ കിടക്കുന്നത് ഇതിന്റെ ഏരിയ ആണ് അല്ലെ. ഇപ്പൊ ഈ കോഡിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളൊന്നാണ്ട് മടക്കിയിട്ട് ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റ് വെച്ചിട്ട് ഒന്നുകൊണ്ട് മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റെക്ടാങ്കിൾ വേണമെന്ന് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ ഏരിയയാണ് ഈ ലെഫ്റ്റ് പാർട്ടിൽ കിടക്കുന്നത് അല്ലെ. AP × PB എന്ന് പറയുമ്പോൾ AP × PB ലെങ്തിന്റെ ബ്രെഡ്ത്ത് അല്ലേ, നീളം × വീതി. അപ്പൊ അതിന്റെ ഏരിയയാണ് നമ്മൾ ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി അതേപോലെ തന്നെ ഇവിടെ നോക്കിയ CP × PD ആണ് കിട്ടുന്നത്. അതായത് CP × PD അല്ലെങ്കിൽ PC × PD എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പൊ ഇതില് അത് നമുക്ക് ഈ CP എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് വെറുതെ ഒന്നാണ്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തിരിച്ച് 90 ഡിഗ്രിയിൽ വെച്ച് നമ്മൾ ഇതേപോലെ CP എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ഒന്ന് നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് മടക്കി വെച്ചാൽ നമുക്ക് ഇതേപോലെ ഒരു ലൈൻ കിട്ടും. പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതേപോലെ നമ്മൾ ഒരു ഡോട്ടഡ് ലൈനില് ഇതിനെ അത് ഇതേപോലെ ജോയിൻ ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു റെക്ടാങ്കിൾ ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ C എന്ന് പറഞ്ഞിട്ടുള്ള വെർട്ടെക്സ് ആണ് ഇവിടെ വരിക അല്ലെ. ഈ CP എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലൈനിനെ ഞാൻ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ CP × ഈ DP എന്ന് പറയുന്നതും എന്തായിട്ടാ വരുന്നത്? ഇത് ഫസ്റ്റ് റെക്ടാങ്കിൾ. ഈ സെക്കൻഡ് റെക്ടാങ്കിളിന്റെ ഏരിയത്തിൽ വരുന്നത് നോക്കിയാൽ CP എന്ന് പറയുന്നത് ഈ ലെങ്ത് നീളം × വീതി DP എന്ന് പറയുന്നത് അല്ലെങ്കിൽ PD എന്ന് പറയുന്നത് CP × PD എന്ന് പറയുന്നത്. അപ്പൊ CP × PD എന്ന് പറയുന്നത് എന്താണ്? ഈ സെക്കൻഡ് റെക്ടാങ്കിളിന്റെ ഏരിയ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് ഈ ഞാനുകൾ വെച്ചിട്ട് നമുക്ക് രണ്ട് റെക്ടാങ്കിൾ കിട്ടുന്നത് പറയാനായിട്ട് പറ്റും. അതിന് രണ്ടിനും അത് സെയിം ഏരിയ എന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് തുല്യമായിട്ട് ഏരിയ വരുന്ന റെക്ടാങ്കിൾസ് വരയ്ക്കാനായിട്ട് സാധിക്കും. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റില് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ഇത് പേജ് നമ്പർ 67 ഫസ്റ്റ് പ്രോബ്ലത്തിൽ പറയുന്നത് കേട്ടോ. അപ്പോ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു തരാം. ക്വസ്റ്റ്യൻ പറയുന്നത് ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് വിഡ്ത്ത് 5 cm ആൻഡ് ഹൈറ്റ് 3 cm. അത് പിന്നെ എളുപ്പമാണ്, നമുക്ക് വരയ്ക്കാം. പിന്നെ അതിന്റെ താഴെയാണ് കിടക്കുന്നത് 5 ഉം 3 cm ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഉള്ള ഒരു റെക്ടാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. പിന്നെ പറഞ്ഞു ഇതേ ഏരിയ വരുന്നത് ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത് വിഡ്ത്ത് 6 cm. ഇപ്പോ ഇതേപോലത്തെ ഏരിയ വരുന്നത് വിഡ്ത്തിൽ മാത്രം ചേഞ്ച് വരുത്തി നമ്മള് ആ ക്വസ്റ്റ്യനില് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് 67 പേജ് നമ്പർ 67. ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം. പേജ് നമ്പർ 67 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. നമ്മളോട് ആദ്യം പറഞ്ഞത് ഒരു റെക്ടാങ്കിൾ വരയ്ക്കണം. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് വിഡ്ത്ത് 5 ഉം പിന്നെ അതേപോലെ ഹൈറ്റ് 3 ആയിട്ടുള്ള റെക്ടാങ്കിൾ ആണ് വരയ്ക്കാൻ പറഞ്ഞത്. ഇതേ ഏരിയ, അതായത് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിട്ടാണ് വരിക? പരപ്പളവ് എത്ര വരിക? 5 × 3 = 15 ആണ് വരുന്നത്.
ഇനി ഇതേ ഏരിയ വരുന്ന മറ്റൊരു റെക്ടാങ്കിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതിന്റെ വിഡ്ത് പറഞ്ഞിട്ടുണ്ട് 6 സെന്റിമീറ്റർ ആണെന്ന്. ഹൈറ്റ് നമുക്ക് അറിയില്ല, ഹൈറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. ഈ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വരച്ച് കാണിച്ചു തരാം. രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് വിഡ്ത് 5 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 3 സെന്റിമീറ്റർ. അത് വരയ്ക്കാൻ എളുപ്പമാണ് അല്ലേ, പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും, 5 സെന്റിമീറ്ററിൽ ആദ്യം ഒരു ലൈൻ വരയ്ക്കും. 5 സെന്റിമീറ്ററിൽ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ 5 സെന്റിമീറ്റർ വരച്ച വരയുടെ 2 എൻഡ് പോയിന്റിലും അത് വെച്ച് നമ്മൾ ഓരോ പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കും. അങ്ങനെയല്ലേ റെക്ടാങ്കിൾ വരയ്ക്കുക. റൈറ്റ് ആംഗിൾ കിട്ടണം അല്ലേ, എല്ലാ വെർട്ടെക്സിലും അത് റൈറ്റ് ആംഗിൾ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 90 ഡിഗ്രി മാർക്ക് ചെയ്ത് ഓരോ ലൈനുകൾ മുകളിലോട്ട് വരയ്ക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇതിന്റെ വിഡ്ത് എത്ര പറഞ്ഞിട്ടുള്ളത് 3 സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പൊ നമ്മൾ 3 സെന്റിമീറ്റർ കോമ്പസിൽ അളന്നെടുക്കും. ഞാനിവിടെ അളന്നെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 എൻഡ് പോയിന്റ്സിൽ വെച്ചിട്ട് അത് ഓരോ ആർക്കുകൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, രണ്ടും കൂടി ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മുടെ റിക്വയർഡ് റെക്ടാങ്കിൾ കിട്ടി. ഫസ്റ്റ് പറഞ്ഞ റെക്ടാങ്കിൾ കിട്ടി. ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത് വിഡ്ത് 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ വിഡ്ത് വരുന്ന ഇതേ ഏരിയ വരുന്ന റെക്ടാങ്കിൾ കിട്ടണം. ഇതേ ഏരിയ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏരിയ എത്രയാണ്, 5 × 3 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. 5 × 3 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ വരേണ്ടത് അല്ലേ. അപ്പോ നമ്മൾ എന്ത് ചെയ്യും, അപ്പോഴാണ് നമ്മൾ നമ്മുടെ സർക്കിൾസിൽ ഇപ്പൊ പഠിച്ച പ്രോപ്പർട്ടി നമ്മൾ എടുക്കുക. നോക്കിയേ, ഇതോട്ട് ഒരു സർക്കിൾ ഞാൻ എടുക്കുന്നുണ്ട്. ഒരു കോഡായിട്ട് നമ്മൾ എന്തെടുക്കും, റെക്ടാങ്കിളിന്റെ 2 സൈഡും കൂട്ടിയതാണ് നമ്മൾ ഒരു കോഡായിട്ട് എടുക്കുന്നത്. അതായത് ഒരു കോഡ് വരയ്ക്കും. അത് ഒരെണ്ണം 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 3ഉം 5ഉം ആയിട്ടാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. 3ഉം 5ഉം അല്ലേ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് പി എന്ന് പറഞ്ഞ പോയിന്റ്. ഇനി എന്ത് ചെയ്യണം, ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള ലെങ്ത് എത്രയായിട്ട് എടുക്കണം, 6 ആണ് അടുത്ത റെക്ടാങ്കിളിന്റെ വിഡ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് 6 ആയിട്ട് എടുക്കുക. 6 സെന്റിമീറ്ററിൽ വേണം വരയ്ക്കാൻ. അപ്പൊ ഇതാണ് സി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് നമുക്ക് കണ്ടെത്തണം. ഇത് കണ്ടെത്താനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നോക്കിയേ, ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്ററിനെ ഒന്നുകൊണ്ട് മാറ്റി വരയ്ക്കണം അല്ലെ. കോഡ് എന്ന രീതിയിലേക്ക് വരയ്ക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം. അപ്പൊ ഞാൻ 3 സെന്റിമീറ്റർ ഉണ്ട് എടുത്ത് നീട്ടി വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് 3 സെന്റിമീറ്ററിനെ ഞാൻ ഇങ്ങോട്ട് ഇറക്കി വരച്ചു. അപ്പൊ ഇതാണ് എന്റെ എ, ബി ഇതാണ്. ഇനി സി കണ്ടെത്തണം. സി എത്ര വരേണ്ടത്, 6 സെന്റിമീറ്ററിൽ വേണം വരയ്ക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഇവിടെ 6 സെന്റിമീറ്റർ അളന്നെടുക്കണം. ഇത് രണ്ടും കൂടിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത പോർഷനെ പി എന്ന് വിളിച്ചു. ഇവിടെ നിന്നും മുകളിലോട്ടുള്ള ദൂരം, അതായത് ഇത്രയാണ് 6 ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് 6 സെന്റിമീറ്റർ ആണ്. അതും കിട്ടി. അപ്പൊ ഇതിനെ സി എന്ന് പേര് വിളിക്കാം. അപ്പൊ 3 വെർട്ടെക്സുകൾ കിട്ടിയിട്ട് റെക്ടാങ്കിളിന്റെ ഇനി എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയും എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിളാണ് വരയ്ക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എ സി എന്ന് പറയുന്നത് ജോയിൻ ചെയ്യണം. നമ്മളിവിടെ ഒരു ട്രയാങ്കിളിനെ ഫോം ചെയ്തെടുക്കുക ചെയ്യുന്നത്. എ സിയും ബി സിയും ജോയിൻ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ എ സിക്കും ബി സിക്കും ഒക്കെ ഓരോ ബൈസെക്ടേഴ്സ് വരച്ച് ഇതിന്റെ സെന്റർ, ഈ ട്രയാങ്കിളിന്റെ സെന്റർ നമ്മൾ അടയാളപ്പെടുത്തുക ചെയ്യുന്നത്. അങ്ങനെയല്ലേ നമ്മൾ പരിവർത്തനം വരയ്ക്കുക. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ നിന്നും പകുതിയിലേറെ ഡിസ്റ്റൻസിൽ നമ്മൾ ഒരു ആർക്ക് വരയ്ക്കും. അതേപോലെ തന്നെ ഇവിടെ നിന്നും അത് ഒരു ആർക്ക് വരയ്ക്കണം. ഈ 2 ആർക്കിൽ നിന്നും അത് നമ്മൾ എ സിയുടെ ഓപ്പോസിറ്റ് സൈഡുകളിലേക്ക്, 2 ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓരോ ആർക്ക് കൂടെ വരയ്ക്കണം. ഉണ്ടാ, ഇതാണ് കേട്ടോ ലൈന്. ഇതല്ലേ ഈ 2 ആർക്കിൽ നിന്നും വരച്ചു. ഇനി എന്ത് ചെയ്യണം, രണ്ടും കൂടിയിട്ട് ജോയിൻ ചെയ്യണം. ഈ 2 ആർക്കിൽ നിന്നും വേണം വരയ്ക്കാനായിട്ട് കേട്ടോ, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് നമ്മളൊരു ലൈൻ വരച്ചു. അപ്പൊ ഇതിന്റെ ബൈസെക്ടർ. ഇതേപോലെ ബി സിക്കും ബൈസെക്ടർ വരയ്ക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പകുതിയിലേറെ ഡിസ്റ്റൻസ് എടുക്കുക. കോമ്പസിൽ പകുതിയിലേറെ ഡിസ്റ്റൻസിൽ ഓരോ ആർക്ക് ബി സിയുടെ മുകളിൽ വരച്ച് വെക്കുക. ആദ്യം തന്നെ
എന്നിട്ട് എന്ത് ചെയ്യണം, ഈ രണ്ട് പ്ലേസിൽ നിന്നും അതെ ഓരോ ആർക്ക് കൂടെ ബി സിക്ക് രണ്ട് ഓപ്പോസിറ്റ് സൈഡുകളിലേക്കും വരയ്ക്കാം. ജോയിൻ ചെയ്യണം കേട്ടോ. ജോയിൻ ചെയ്യുന്ന പോയിന്റാണ് നമുക്ക് ആവശ്യം. ഇത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അതും രണ്ടും കൂടിയിട്ട് ആ രണ്ട് പോയിന്റുകളും കൂടിയിട്ട് ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് വൃത്തം വരയ്ക്കാനുള്ള സെന്റർ കിട്ടി. രണ്ടെണ്ണത്തിന് വരച്ചാൽ മതി കേട്ടോ. മൂന്നെണ്ണത് ഈ സെന്ററിലൂടെ തന്നെയാണ് പാസ് ചെയ്യുക, ഈ പോയിന്റിലൂടെ തന്നെയാണ് പാസ് ചെയ്യുക. അപ്പൊ രണ്ട് സൈഡുകൾക്ക് ഇതേപോലെ ബൈസെക്ടർ വരച്ചാൽ മതി. ഇനി ഏതെങ്കിലും ഒരു സൈഡ് അളന്നെടുക്കുക. ഓക്കെ, ഇനി സർക്കിൾ വരയ്ക്കാം. പോരെ, കാണില്ലേ? കേട്ടോ, സർക്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കിയേ. അപ്പോ ഇത് രണ്ടും കൂടിയിട്ട് ഇനി ഈ ലൈന് പി സി എന്ന് പറഞ്ഞ ലൈനിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സർക്കിളുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമുക്ക് കാണേണ്ടത്. എക്സ്റ്റെൻഡ് ചെയ്തു, പി സി എന്ന് പറഞ്ഞ ലൈന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് സർക്കിളുമായിട്ട് ഇവിടെ പോയിന്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡി. അപ്പൊ നമ്മുടെ പി ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ റിക്വയർഡ് റെക്ടാങ്കിൾ എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ് വിഡ്ത്ത് പറഞ്ഞത്. ഹൈറ്റ് എന്ന് പറയുന്നത് പി ഡി ആയിട്ട് ഈ ഇതാണ് നമ്മുടെ ഹൈറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഈ ലെങ്ത്. ഓക്കെ, ഇനി 6 സെന്റിമീറ്ററിൽ ഇത് വേണമെങ്കിൽ ഒന്ന് ഇവിടെ വരയ്ക്കാം നമുക്ക്. അടുത്ത റെക്ടാങ്കിൾ ഇത് 5 ആണ്. ഇതിനോടൊപ്പം തന്നെ 6 സെന്റിമീറ്റർ അല്ലേ പറഞ്ഞിട്ടുള്ളത് വിഡ്ത്ത്. ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കൊടുക്കുക 6ലേക്ക്. ഓക്കെ, ഇതാ 6 കിട്ടി. ഇനി ഈ ലെങ്ത് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത് വരച്ചാലും മതി. എന്ത്? പെർപെൻഡിക്കുലർ എടുക്കുക, 90 ഡിഗ്രി എടുക്കുക. 90 ഡിഗ്രി എടുത്തിട്ട് വരച്ചു. അതേപോലെ തന്നെ 6ൽ നിന്നാണ് വരയ്ക്കേണ്ടത് കേട്ടോ. 6 അല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഈ 6ൽ നിന്നും അതേപോലെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. 6 ഡിസ്റ്റൻസിൽ നിന്ന് 6 ആണ് കേട്ടോ. ഇവിടെ നിങ്ങട്ടുള്ളത് 1 സെന്റിമീറ്റർ, അതായത് മൊത്തം 6. ഇതാ പെർപെൻഡിക്കുലർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടിയിട്ട് ജോയിൻ ചെയ്ത പോയിന്റ് അതാണ് നമ്മുടെ ഇ എന്നോ എന്തെങ്കിലും പേര് കൊടുക്കുക. ഇ എസ് എന്ന് ഞാൻ പേര് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ റിക്വയർഡ് റെക്ടാങ്കിൾ പി ഡി ഇ എഫ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സെയിം ഏരിയ വരുന്ന റെക്ടാങ്കിൾ. പി ബി ജി എച്ച് എന്നോ എന്തെങ്കിലും കൊടുക്കാം, പേര് കൊടുക്കുക കേട്ടാ. അപ്പോൾ ഈ ഫസ്റ്റത്തെ റെക്ടാങ്കിൾ ഇത് പി ബി ജി എച്ച്, അതിന്റെ അതേ ഏരിയ വരുന്ന മറ്റൊരു റെക്ടാങ്കിൾ ആണ്. ഇതിന്റെ സൈഡ് 6 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് അത് നമുക്ക് മെഷർ ചെയ്യണം എന്നില്ല, അത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഏരിയയും സെയിം ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് വരയ്ക്കുക. ഇനി ഇതിൽ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതെന്താന്ന് നോക്കാം. സബ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഒരു സ്ക്വയർ വരയ്ക്കണം, അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇത്ര 15 സെന്റിമീറ്റർ നേരിട്ടാണ് കിട്ടേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കും? നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിള് വരച്ച് നമ്മുടെ കോഡിലെ ഒരു കോഡ് നമ്മൾ ഡയാമീറ്റർ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഡയാമീറ്റർ ആയിട്ട് എടുക്കുക. നമ്മൾ 3ഉം 5ഉം ആയിട്ടല്ലേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന റെക്ടാങ്കിളിന്റെ വിഡ്ത്തും ഹൈറ്റും. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഇവിടെ നിങ്ങണ്ട് 3 കൊടുക്കും, ഇവിടെ നിങ്ങണ്ട് 5 കൊടുക്കും. ഇനി അടുത്ത കോഡ് സി ഡി എന്ന് പറഞ്ഞ കോഡ് നമ്മൾ പിയിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കും. അപ്പോൾ നമുക്ക് സി ഡി എന്ന ലെങ്ത് ആയി. ഇനി ഇവിടെ നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരിക? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ പി സിയും പി ഡിയും തുല്യമാണ്. കാരണം എന്താണ്? ഇത് ഡയാമീറ്റർ ആണ് അല്ലേ, അതായത് സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യും. അപ്പൊ സെന്ററിൽ നിന്നും
കോഡിലേക്കുള്ള ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കോഡിനെ സ്പ്ലിറ്റ് ചെയ്യും, ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പൊ അതായത് പി സി എന്ന് പറയുന്നതും പി ഡി എന്ന് പറയുന്നതും തുല്യമാണ്. അപ്പൊ നമുക്ക് എഴുതാം പി സി ഇൻറ്റു പി സി, അല്ലെങ്കിൽ നമുക്ക് എഴുതാം പി സി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പൊ നമ്മൾ സ്ക്വയർ വരയ്ക്കുമ്പോൾ ഈ പി സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലെങ്ത് ആണ് ഈ സ്ക്വയറിന്റെ സൈഡായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് പി സി സ്ക്വയർ ആവും. അതിവിടെ പി എ ഇൻറ്റു പി ബിയോട് ഈക്വൽ അല്ലേ. 3 ഇൻറ്റു 5 ആണ് നമ്മുടെ 15 ആണ്. അപ്പൊ പി സി സ്ക്വയർ നമ്മുടെ ഈ കേസിൽ പി സി സ്ക്വയർ എന്ന് പറയുന്നത് 15 തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ സൈഡ് പി സി ആയിട്ട് എടുത്താലും അപ്പൊ ആ രീതിയിൽ സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 15 ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ 5 + 3 8 സെന്റിമീറ്ററിൽ നമ്മൾ ലൈന് വരയ്ക്കും. ഇതാ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. 3യിൽ വെച്ചിട്ടാണ് സ്പ്ലിറ്റ് കൊടുക്കുന്നത്. ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, ഇതാണ് പി വരുന്നത്. ഇനി എന്ത് ചെയ്യും, ഇതിന്റെ സെന്റർ കാണണം അല്ലെ. എയിലൂടെയും ബിയിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ ഇതിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ 4 സെന്റിമീറ്റർ ആണ്. എളുപ്പമാണ്, 8 ആയതുകൊണ്ട് നമുക്ക് 4 സെന്റിമീറ്റർ ആണ് സെന്റർ വരിക. അപ്പോ ഇനി എന്ത് ചെയ്യും, എയിലൂടെയും ബിയിലൂടെയും പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് വരയ്ക്കും, സർക്കിൾ വരയ്ക്കണം എന്നില്ല, സെമി സർക്കിൾ വരച്ചാലും മതി. എന്നാലും നമുക്ക് സ്ക്വയർ വരയ്ക്കാൻ പറ്റും. ഇതിന്റെ മേലത്തെ പോർഷൻ ഇല്ല നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പൊ സെമി സർക്കിൾ വരച്ചാലും മതി കേട്ടോ. അപ്പോ ഇനി പിയിൽ നിന്നും നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രൊട്ടക്ടർ ഉപയോഗിച്ചിട്ട് തന്നെ വരയ്ക്കുക, എന്നാലേ 90 ഡിഗ്രി കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ പിയിൽ വെച്ചു, ഞാനിവിടെ പ്രൊട്ടക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തു. അപ്പൊ നോക്കിയേ, സർക്കിളുമായിട്ട് ജോയിൻ ചെയ്ത് ഈ പോയിന്റ് ഇതാണ് നമ്മുടെ സി. അപ്പൊ നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡ് നമ്മൾ ഈ പി സി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് സ്ക്വയർ വരയ്ക്കാൻ പോകുന്നത്. ഇനി നമുക്ക് അളവ് കിട്ടിയല്ലോ, ഇതാണ് നമ്മുടെ പി സി സ്ക്വയറിന്റെ സൈഡായിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് അളന്നെടുക്കുക. കോമ്പസിൽ പിയിൽ വെച്ച് സിയിലേക്കുള്ള ദൂരം അളക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇത് ജോയിൻ ചെയ്ത്, ഇതിന് വേണമെങ്കിൽ പേരൊക്കെ കൊടുക്കാം കേട്ടോ, ഡി എന്നോ എന്തെങ്കിലും കൊടുക്കാം. ഇതാണ് നമ്മുടെ ഒരു പോയിന്റ്, ഒരു വെർട്ടെക്സ് സ്ക്വയറിന്റെ. ഇവിടെ നിന്നും വീണ്ടും 90 ഡിഗ്രി അടയാളപ്പെടുത്തി 90 ഡിഗ്രിയിലേക്ക് വരച്ചു. ഇനി അതേപോലെ തന്നെ ഈ സിയിൽ നിന്നും അത് 90 ഡിഗ്രി അടയാളപ്പെടുത്തി വരയ്ക്കണം. നോക്കി, ഇത് രണ്ടും കൂടി ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ഇ എന്ന് വിളിച്ചു. അപ്പൊ നമ്മുടെ റിക്വയർഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. പി ഡി ഇ സി എന്ന് പറയുന്ന ഈ സ്ക്വയർ ആണ് നമുക്ക് 15 സെന്റിമീറ്റർ സ്ക്വയറിൽ വരുന്ന സ്ക്വയർ, ഏരിയ വരുന്ന സ്ക്വയർ കേട്ടോ. പറയാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 67-ലെ 4th പ്രോബ്ലം കേട്ടോ. 3rd പ്രോബ്ലം നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചെയ്തില്ലേ, അതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ അത് പറയുന്നില്ല. ഇനി 4th പ്രോബ്ലം ആണ് പറയുന്നത്. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 5 സെന്റിമീറ്റർ സ്ക്വയർ in 3 different ways. അതായത് ഒരു സ്ക്വയർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് പറഞ്ഞിട്ടുള്ളത്. 3 തരത്തിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. യൂസ് റീകോൾ പൈതഗോറസ് തിയറം എന്നും പറഞ്ഞിട്ടുണ്ട്. പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഏരിയ സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. എന്താണ്, എളുപ്പമല്ലേ, നമ്മൾ കഴിഞ്ഞ മെത്തേഡ് നമ്മൾ പഠിച്ചതാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. എങ്ങനെ വരയ്ക്കാം, നമ്മൾ എന്ത് ചെയ്യും, 5 എന്ന് പറയുമ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 1 × 5 = 5 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കും, 1 + 5 എന്ന രീതിയിൽ നമ്മളൊരു ഇതാണ് വരയ്ക്കുന്നത്, കോഡാണ് വരയ്ക്കുന്നത്. എ ബി എന്ന് പറഞ്ഞ കോഡ് 1 + 5, അതായത് 6 സെന്റിമീറ്ററിലാണ് നമ്മൾ വരയ്ക്കുക. അതിലെ 1 സെന്റിമീറ്ററിൽ വെച്ചിട്ട് നമ്മൾ ഒരു സ്പ്ലിറ്റ് കൊടുക്കും. അതിനെ പി എന്ന് വിളിക്കും. ഇത് 1 സെന്റിമീറ്റർ ആണ്, ഇവിടെ നിന്നുള്ള ലെങ്ത് 5 സെന്റിമീറ്റർ ആണ്. ഈ രീതിയിലാണ് വരയ്ക്കുക. ഇനി എന്താ ചെയ്യാം, നമ്മൾ ഈ എയിലൂടെയും പിയിലൂടെയും പാസ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് സർക്കിൾ വരയ്ക്കേണ്ടത്. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ് കാണും. നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതേപോലെ തന്നെ. ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ 6ന്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ 3 സെന്റിമീറ്റർ വേണം നമ്മൾ അടയാളപ്പെടുത്താനായിട്ട്. സെന്റർ, അത് സെന്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു സെമി സർക്കിൾ വരച്ചാൽ മതി. സർക്കിൾ വരയ്ക്കണം നിർബന്ധമില്ല. സെമി സർക്കിൾ വരയ്ക്കും. ഇനി എന്ത് ചെയ്യും, പിയിൽ നിന്നും ഇവിടെ നമ്മുടെ ഒരു ഡിസ്റ്റൻസ് പറയും. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഡിസ്റ്റൻസസ്, ഇതാണ് സി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ക്വയറിന്റെ ഒരു ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്, ഒരു സൈഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്.
ഈ ലെങ്ത് നമ്മൾ അടയാളപ്പെടുത്തും. എന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ ഒരു ആർക്ക് നമ്മൾ കോമ്പസിൽ മാർക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതേപോലെ തന്നെ എന്താണ് ഇത് കൂട്ടിയ പോയിന്റ് ഉണ്ടാവുമല്ലോ, ഇവിടെ നിന്ന് നമ്മൾ 90 ഡിഗ്രിയിൽ മേലേക്ക് ഒരു ആർക്ക് വരയ്ക്കും, സോറി ലൈൻ വരയ്ക്കും, 90 ഡിഗ്രിയിൽ വരയ്ക്കും. അപ്പോൾ അതും ഈ സർക്കിളുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഒരു പോയിന്റ്. സോറി, അത് നമ്മൾ ആർക്ക് മേലേക്ക് വരയ്ക്കും. അതേപോലെ തന്നെ ഇവിടെ നിന്നും അത് 90 ഡിഗ്രിയിൽ നമ്മൾ ഇപ്പുറത്തേക്കും വരയ്ക്കും. അപ്പൊ ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതിന് ഡി എന്ന എന്തെങ്കിലും പേരിടുക. അപ്പൊ എന്തായാലും ഇത് നമുക്ക് കിട്ടിയ റെക്റ്റാങ്കിൾ, ഇതാണ് നമ്മുടെ സ്ക്വയർ. കിട്ടിയല്ലോ. അപ്പൊ അത്രയുള്ളൂ. ആ രീതിയിൽ ചെയ്താൽ മതി ഒരു മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ് ആണ് പറയുന്നത്. ഇതന്നെ ഈ ചതുരം തന്നെ 5 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് വരുന്ന ഈ ചതുരം തന്നെ വേറെ രീതിയിൽ നമ്മൾ എങ്ങനെ വരയ്ക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനില് പറഞ്ഞിട്ടുണ്ട്, ഒരു ഹിന്റ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. 3 തരത്തിൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞു, ഇനി രണ്ടാമത്തെ മെത്തേഡാണ്. അപ്പൊ പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ടാണ് ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പൈതഗോറസ് തിയറം എങ്ങനെയാണ്, നമ്മൾ റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾസിലാണ് അത് നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത്. ഇത് ബേസും ഇത് ഓൾട്ടിറ്റ്യൂഡും ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആയിരിക്കും ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ. ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഒരു ഇക്വേഷൻ പൈതഗോറസ് തിയറത്തില്. മറ്റൊരു ഇക്വേഷൻ എന്താണ്, ഈ ഹൈപ്പോട്ന്യൂസ് സ്ക്വയറിൽ നിന്നും ബേസ് സ്ക്വയർ, അതായത് ഇത് ബേസ് സ്ക്വയർ, ഹൈപ്പോട്ന്യൂസ് സ്ക്വയറിൽ നിന്നും ബേസ് സ്ക്വയർ മൈനസ് ചെയ്താല് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കിട്ടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതന്നെ വേണമെങ്കിൽ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ, ആ രീതിയിലും പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഈ രണ്ട് മെത്തേഡിലാണ് ഈ അടുത്തത് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് മെത്തേഡിൽ നമുക്ക് ആദ്യം വരച്ച് നോക്കാം. അപ്പോ നമുക്ക് വരയ്ക്കാനുള്ളതിന്റെ ഏരിയ എന്തായിരുന്നു, 5 ആണ് അല്ലെ, സ്ക്വയറിന്റെ ഏരിയ 5 ആണ്. അപ്പൊ 5നെ നമ്മൾ ഇതേപോലെ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർസിന്റെ സം എന്ന രീതിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. 5നെ പെർഫെക്റ്റ് സ്ക്വയർസിന്റെ സം എന്ന രീതിയിലേക്ക് മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് ആണ് വരിക, 5നെ നമുക്ക് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് എഴുതാലോ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 1 പ്ലസ് 4 ഈക്വൽ ടു 5. അപ്പൊ നമ്മൾ ഈ രീതിയിലാണ് വരയ്ക്കുന്നത്. അപ്പൊ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഇപ്പോ ഒരു സൈഡ് നമ്മൾ 2 സെന്റിമീറ്ററിൽ വരച്ചു. ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ ആണ് നമ്മൾ ആദ്യം വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ പ്രൊട്ടക്ടർ വെച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കും. ആ 90 ഡിഗ്രിയിൽ നിന്നും അത് നമ്മൾ ഇനി ഇതിന് നമ്മൾ 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം. നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ എങ്ങനെ വരേണ്ടത്, 2 ഇവിടെ 2 ഇവിടെ 1 എടുത്താലാണ് ഇവിടെ എത്ര വരിക, 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്നാൽ 5 ആണ്. 5 ഇത് എത്ര വരേണ്ടത്, √5 ആയിരിക്കും അല്ലേ. ഹൈപ്പോട്ന്യൂസ് 1ഉം 2 എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എത്രയാണ്, √1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഈക്വൽ ടു √1 പ്ലസ് 4 ഈക്വൽ ടു √5. അപ്പോ നമ്മൾ ഈ രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ 1ഉം 2ഉം ലംബവും പാദമായിട്ട് എടുത്ത് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പോട്ന്യൂസ് വരിക √5 ആണ്. അപ്പൊ നമ്മൾ ഇതേപോലെ ഇവിടെ 1 കൂടി മാർക്ക് ചെയ്തിട്ട് നമ്മൾ 1 സെന്റിമീറ്റർ ഇത്രയൊക്കെ ആയിട്ടാണ് വരിക. അപ്പൊ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കും. അപ്പൊ നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ ആയി. ABC എന്ന് നമുക്ക് പേര് കൊടുക്കാം. ഇത് √5 ആണ് ഇതിന്റെ. ഇനി എന്ത് ചെയ്യുന്ന അറിയോ, ഈ √5നെ ബേസ് ആക്കിയിട്ട് നമ്മൾ ഒരു സ്ക്വയർ വരയ്ക്കും. ഒരു സൈഡ് √5 ആണ്, ബാക്കിയുള്ള 4 സൈഡ് √5 ആയി കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു സ്ക്വയർ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പെർപെൻഡിക്കുലർ വരയ്ക്കും. 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്തിട്ട് ഡോട്ടഡ് ലൈൻ അല്ല ശരിക്കും വരയ്ക്കാം കേട്ടോ, ഞാൻ വരച്ച് കാണിച്ചതാണ്. ഓക്കെ, നമ്മൾ ശരിക്കും ഒരു 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കും. അതേപോലെ തന്നെ ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ ഇവിടെയും വരയ്ക്കും. ഞാൻ സ്കെയിലൊന്നും ഇല്ലാതെ വരയ്ക്കുന്ന കാരണമാണ് വളയുന്നത് കേട്ടോ. നിങ്ങൾ നല്ലപോലെ വരയ്ക്കുക. 90 ഡിഗ്രി പ്രൊട്ടക്ടറിൽ അളന്നിട്ട് 2 ലൈനുകൾ വരയ്ക്കുക. ഇനി എന്ത് ചെയ്യണം, ഈ √5നെ കോമ്പസിൽ അളന്നെടുക്കണം. ഇങ്ങനെ കോമ്പസ് വെച്ചിട്ട് ഈ √5 ഇതിൽ എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യും, ഈ √5 നമ്മൾ ഇവിടെ ആർക്ക് വരയ്ക്കും, ഇവിടെ ആർക്ക് വരയ്ക്കും. അപ്പൊ നമുക്ക് ഇവിടെ 2 പോയിന്റ്സ് കിട്ടും. അപ്പൊ അത് രണ്ടും കൂടിയിട്ട് ഈ ജോയിൻ ചെയ്യും. അപ്പൊ നമ്മുടെ റിക്വയർഡ് സ്ക്വയർ കിട്ടി. CB ഇത് വേണമെങ്കിൽ DE എന്നൊക്കെ വേണമെങ്കിൽ പേര് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ റിക്വയർഡ് സ്ക്വയർ ആയി. അപ്പൊ ഇതിന്റെ ഓരോ സൈഡും √5 സെന്റിമീറ്റർ അല്ലേ എടുത്തിട്ടുള്ളത്. √5ന്റെ സ്ക്വയർ എത്രയാണ്, √5ന്റെ സ്ക്വയർ ഈക്വൽ ടു 5 അല്ലേ. അപ്പൊ 5 സെന്റിമീറ്റർ സ്ക്വയർ
ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഓരോ സൈഡ് നമ്മൾ √5 എടുത്തിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പോ √5ന്റെ സ്ക്വയർ ആണ് ഏരിയ ഓഫ് സ്ക്വയർ. അപ്പൊ ഏരിയ ഓഫ് സ്ക്വയർ കിട്ടുക √5 സ്ക്വയർ അല്ലെ, സൈഡ് സ്ക്വയർ അല്ലേ, ഒരു സൈഡിന്റെ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ വരിക. അപ്പൊ √5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സെന്റിമീറ്റർ സ്ക്വയർ. തേർഡ് മെത്തേഡിൽ നമ്മൾ പൈതഗോറസ് തിയറത്തിലെ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് ഈ 5നെ നമ്മൾ മാറ്റി എഴുതുക ചെയ്യുന്നത്. പെർഫെക്റ്റ് സ്ക്വയർസിന്റെ ഡിഫറൻസ് എന്ന രീതിയിൽ എങ്ങനെ മാറ്റി എഴുതാം? 5നെ നമുക്കറിയാം 5 എന്ന് പറയുമ്പോ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എത്രയാണ്? 9 മൈനസ് 4 ഈക്വൽ ടു 5. അപ്പൊ ഈ രീതിയിൽ മാറ്റി എഴുതാം. 3യും 2 എടുത്തിട്ട് നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും ഇല്ലേ? 3യും 2 എന്ന് പറയുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് വേണം 3 ആയിട്ട് എടുക്കാൻ, മൈനസ് അല്ലേ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. അപ്പൊ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഈക്വൽ ടു 5 എന്നാണ് നമുക്ക് അറിയാവുന്നത്. അപ്പൊ 3യും 2 എടുത്തിട്ട് 3 ഹൈപ്പോട്ടന്യൂസും 2 എന്ന് പറയുന്നത് ബേസുമായിട്ട് നമ്മൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? √5 ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്കറിയാം അങ്ങനെയല്ലേ വരിക. ഇവിടെ എ ബി സി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എ സി എന്ന് പറഞ്ഞാൽ ഈ സൈഡ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? എ സി ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ബി സി സ്ക്വയർ, അതായത് 2 സ്ക്വയർ 3 സ്ക്വയർ മൈനസ് പാദം ബേസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ വരും. 9 മൈനസ് 4 ഈക്വൽ ടു 5. അപ്പോ എ സി സ്ക്വയർ ആണ് കേട്ടോ ഇത്. എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു അങ്ങനെയല്ലേ, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പൊ നമ്മൾ എ സി സ്ക്വയർ ഈക്വൽ ടു ഇങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്ന് എ സി ഈക്വൽ ടു √5 എന്നിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഈ ലെങ്ത് അവിടെ √5 ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സ്ക്വയർ വരയ്ക്കാമല്ലോ. ഇതിനെ സൈഡ് ആക്കിയിട്ട് നമ്മൾ ഒരു സ്ക്വയർ കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് √5 സ്ക്വയർ, അതായത് 5 ആകുമല്ലോ. അതായത് നമ്മൾ എങ്ങനെ ചെയ്യണം? ഇതന്നെ സംഭവം. നമ്മൾ ഇങ്ങനെ എഴുതി എന്നിട്ട് നമ്മൾ എങ്ങനെ വരയ്ക്കും? ആദ്യം തന്നെ നമ്മൾ ഒരു ലൈൻ വരയ്ക്കും. അത് 2 സെന്റിമീറ്ററിലാണ് നമ്മൾ ബേസ് എടുക്കുന്നത്. 2 സെന്റിമീറ്ററിൽ ലൈൻ വരയ്ക്കും. എന്നിട്ട് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം അല്ലെ. അപ്പൊ 90 ഡിഗ്രിയിൽ നമ്മൾ ഒരു ലൈൻ ഇപ്പുറത്തേക്ക് വരയ്ക്കും. അപ്പൊ 90 ഡിഗ്രി അത് വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾക്കുള്ള ലെങ്ത് ആണ് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എത്ര ആയിട്ട് എടുക്കണം? 3 ആയിട്ട് എടുക്കണം അല്ലെ. 2ഉം 3യും വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുക. അപ്പൊ 3 ആയിട്ട് വേണം കോമ്പസിൽ. അപ്പൊ 3യും മെഷർമെന്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ആർക്ക് ഇവിടെ വരയ്ക്കുക. അപ്പൊ അത് തമ്മിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റും ഈ പോയിന്റും കൂടി ജോയിൻ ചെയ്യുക. അപ്പൊ ഇത് 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് ഓൾറെഡി എത്ര വരും? √5 ആയിട്ട് വരും. ഇനി ഈ ഇത് വെച്ചിട്ട് സൈഡ് ആക്കിയിട്ട് നമ്മൾ ഒരു സ്ക്വയർ വരയ്ക്കുക. എങ്ങനെ ചെയ്യും? നമ്മൾ ഇവിടെ കോമ്പസിൽ നമ്മൾ ഈ ലെങ്ത് അളന്നെടുക്കും. ഈ ലെങ്ത് നമ്മൾ കോമ്പസിൽ അളന്നെടുക്കും. എന്നിട്ട് നമ്മൾ ഇവിടേക്കും ആർക്ക് വരയ്ക്കും. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ആർക്ക് വരയ്ക്കും. ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ വെച്ചിട്ട് നമ്മൾ ആർക്ക് വരയ്ക്കും. ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ഇവിടെ നിന്ന് അതൊരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കും. ഇത് രണ്ടും കൂടിയിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഇവിടെ നമുക്ക് ഒരു സ്ക്വയർ കിട്ടി. ഇതിന്റെ ഓരോ സൈഡും അത് √5 ആയിരിക്കും. ഇത് ഓരോന്നും അത് √5 ആയിരിക്കും. ഇതിന്റെ ഓരോ സൈഡും വരിക. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് വരും? √5 സ്ക്വയർ ഈക്വൽ ടു എത്ര വരും? 5 വരും. ഈ രീതിയിലും നമുക്ക് വരയ്ക്കാം. അപ്പൊ ഇങ്ങനെയാണ് 3 മെത്തേഡ്. ഇനി നെക്സ്റ്റ് അടുത്ത 5ാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഇൻ ദ പിക്ചർ എ ലൈൻ ത്രൂ ദ സെന്റർ ഓഫ് ദ സർക്കിൾ കട്ട്സ് എ കോഡ് ഇൻ ടു പാർട്സ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ലൈൻ ത്രൂ ദ സെന്റർ ഓഫ് ദ സർക്കിൾ കട്ട് ദ കോഡ് ഇൻ ടു 2 പാർട്സ്. നമുക്ക് പിക്ചറിൽ തന്നിട്ടുണ്ട് സെന്ററിൽ നിന്നും കോഡിലേക്ക്, ഇവിടെ ഒരു കോഡ് ഉണ്ട്, അതിലേക്ക് വരച്ചിട്ടുള്ള വര ഈ കോഡിനെ 2 ആയിട്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 4ഉം 6ഉം ആയിട്ട്. ഇനി നമ്മളോട് ഇതിന്റെ റേഡിയസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റേഡിയസ് നമുക്ക് അറിയില്ല. അപ്പൊ അതെങ്ങനെ ചെയ്യും? നമ്മൾ ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഈ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് സർക്കിളിലേക്ക് മീറ്റ് ചെയ്യുന്ന ലൈനാക്കി മാറ്റി. ഓക്കെ, ഇത് സെന്റർ ആണ്, അതിനെ O എന്ന് വിളിച്ചു. ഇത് ഇവിടേക്ക് താഴോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് സർക്കിളുമായിട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, ഇപ്പൊ ഇതൊരു കോഡായിട്ട് മാറിയില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ AB എന്ന് പേര് കൊടുക്കുന്നു. ഇത് CD എന്ന് പേര് കൊടുക്കുന്നു. ഈ മീറ്റ് ചെയ്ത പോയിന്റിനെ P എന്ന് വിളിക്കുന്നു. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു റിലേഷനിലേക്ക് അത് എത്തി അല്ലെ. 2 കോഡുകളാണ് സർക്കിളിൽ. അപ്പൊ നമുക്കറിയാം, നമുക്ക് എന്ത് PA × PB ഈക്വൽ ടു PC × PD നമുക്കറിയാം അല്ലെ. PA × PB ഈക്വൽ ടു PC × PD എന്നാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിലെ PA എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഇൻറ്റു PB എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ഈക്വൽ ടു PC അറിയില്ല അല്ലെ. PC അറിയണം, PD അറിയണം. അപ്പൊ നോക്കിയേ, PC എന്ന് പറയുന്നത് അത് ആദ്യം കണ്ടെത്തണം.
അപ്പൊ പി സി എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത്, ഇവിടെ മുതൽ ഇതുവരെ 5 ആണെന്ന് അറിയാം, ഇവിടെ മുതൽ ഇതുവരെ ഈ ലെങ്ത് എന്താണ്? ഇത് സെന്റർ ആണ്. സെന്ററിൽ നിന്നും സിയിലേക്കുള്ള ദൂരം അത് റേഡിയസ് ആണ്, 6 ആണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ റേഡിയസ് കൂടെ 5 കൂട്ടിയതാണ് ഈ സി പി അല്ലെങ്കിൽ പി സി എന്ന് പറയുന്നത് അല്ലെ. 6+5 ആണ് എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ ഇവിടെ നോക്കിയേ, പി ഡി എന്ന് പറയുന്നത് എന്താണ്? ഈ ഓയിൽ നിന്നും ഡിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് റേഡിയസ് തന്നെയാണ്, ആരമാണ്. അപ്പൊ നമുക്ക് പറയാം ഇവിടെ നിന്ന് ഇതുവരെ 6ആണ്. 6 നമ്മൾ നോട്ടേഷൻ കൊടുക്കുന്നത് ഇവിടെ നിന്ന് ഇതുവരെ 6ആണ്. 6ൽ നിന്നും ഈ ഒ പി മൈനസ് ചെയ്താല് 5 മൈനസ് ചെയ്താൽ നമുക്ക് പി ഡി കിട്ടും അല്ലെ. ഒ ഡിയിൽ നിന്നും ഒ പി മൈനസ് ചെയ്താൽ നമുക്ക് പി ഡി കിട്ടും. അപ്പൊ പി ഡി ഈക്വൽ ടു ഒ ഡി മൈനസ് ഒ പി. ഒ ഡി എന്ന് പറയുന്നത് റേഡിയസ് 6 ആണ്, മൈനസ് ഒ പി എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 6-5 കിട്ടി. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി സിക്ക് പകരം 6+5 ഉണ്ട്, മറ്റത് പി ഡിക്ക് പകരം 6-5. ഇതെന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോം ആണ്. അത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? a² മൈനസ് b². എയുടെ സ്ഥാനത്ത് 6 ആണ്, അപ്പൊ r² മൈനസ് 5² എന്ന് കിട്ടി. 4 × 6 എത്രയാണ്? 6 4 24. ഇനി എന്ത് ചെയ്യും? 24 ഈക്വൽ ടു 6 r² മൈനസ് 5² എന്ന് പറയുമ്പോൾ 25. ഇനി എന്ത് ചെയ്യും? ഈ 25 ഇങ്ങോട്ട് എടുക്കും. ഇവിടെ 24 ഉണ്ട്, -25 ഇവിടേക്ക് വരുമ്പോൾ +25 ആകും. അപ്പൊ നമുക്ക് കിട്ടി r². 24 + 25 49. അപ്പൊ r² ഈക്വൽ ടു 49 ആണെന്ന് കിട്ടി. അപ്പൊ r² ഈക്വൽ ടു 49 ആകുമ്പോൾ r എന്താവും? √49 ഈക്വൽ ടു 7 സെന്റിമീറ്റർ. റേഡിയസ് അല്ലേ നമുക്ക് കാണേണ്ടത്, റേഡിയസ് ആണ് നമ്മൾ 6 ആയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് കിട്ടി റേഡിയസ് ഇസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ. അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ്, ഈ 6ാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് in the picture a line through the center of the circle meet the chord of the circle. What are the length of the two pieces of chord? അതായത് സെന്ററിൽ നിന്നും അത് ഉള്ളൊരു വര കോഡിന് മീറ്റ് ചെയ്യുന്നുണ്ട്, 2 ഭാഗങ്ങളായിട്ട് അതിനെ ഭാഗിക്കുന്നുണ്ട്. നമുക്ക് ഈ 2 പാർട്സിന്റെ ലെങ്ത് ആണ് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനൊന്നും പേര് കൊടുക്കാം. ഇത് എ ബി എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കാം. ഇത് സെന്റർ ആണ്, അത് O എന്ന് വിളിച്ചു. ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ പി എന്ന് വിളിക്കാം. ഇനി എന്താ കാണേണ്ടത്? എ പിയും കാണണം, ബി പിയും കാണണം. ഇത് മൊത്തം 13 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് എത്രത്തോളാണ് ഓരോന്നും വരിക എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിത് കോഡ് എക്സ്റ്റെൻഡ് ചെയ്യും, ഒരു കോഡും കൂടി ഉണ്ടാക്കും. ഇങ്ങനെ പിയിൽ നിന്നും അത് നമ്മൾ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു, ഈ ഒ പി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് സർക്കിളുമായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ ഇവിടെ ഈ ലൈനും മോളിലോട്ടും നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യും, സർക്കിളുമായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കും. അപ്പൊ നമുക്ക് സി ഡി എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേറൊരു കോഡും കൂടി കിട്ടി. ഇപ്പൊ 2 കോഡായി, എ ബിയും സി ഡിയും. അപ്പൊ നമ്മുടെ റിലേഷൻ നമുക്കറിയാം. എന്താണത്? എ പി ഇൻറ്റു, അല്ലെങ്കിൽ എ പി എങ്ങനെ പി എ എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് പി സി ഇൻറ്റു പി ഡി. ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. 2 കോഡ്സ് ഇന്റർസെക്ട് ചെയ്യും, അത് എഴുതി. ഇനി എന്ത് ചെയ്യും? നമുക്ക് തന്നിട്ട് വല്ലതും തന്നിട്ടുണ്ടോ? പി എ പി ബി ആണ് കാണുന്നത്. പി എയും കാണണം, പി ബിയും കാണണം. പി സി ആൻഡ് പി ഡി, പി സി അതായത് ഈ ലെങ്ത് ഇത് കാണാൻ വല്ല വഴിയുണ്ടോ? പി സി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? ഇവിടെ നിന്ന് ഇതുവരെ ഒ പി എന്ന് പറയുന്നത് പ്ലസ് ഒ സി ആണ് പി സി അല്ലെ. പി സി എന്ന് പറയുന്നത് ഒ പി പ്ലസ് ഒ സി ആണ്. ഒ പി പ്ലസ് ഒ സി ആണ്. ഒ പി എത്രയാണ്? 3 ആണ്. പ്ലസ് ഒ സി എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കിളിന്റെ റേഡിയസ് ആയിട്ടല്ലേ വരുന്നത്. റേഡിയസ് 7 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. സെന്ററിൽ നിന്നും സർക്കിളിലേക്കുള്ള ദൂരം 7 ആയിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം, അത് റേഡിയസ് എപ്പോഴും സെയിം അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം ഒ സി എന്ന് പറയുന്നതും 7 സെന്റിമീറ്റർ ആയിരിക്കും. റേഡിയസ് ഒക്കെ 7 ആണെന്ന് നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. 7 3 10. അപ്പൊ പി സി കിട്ടിക്കഴിഞ്ഞു. പി സി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം എന്ന് പറയുന്നത് 10 ആണ്. ഈ പി ഡി കിട്ടണം. പി ഡി എങ്ങനെ വരിക? ഈ ഒ ഡി എന്ന് പറയുന്നതും റേഡിയസ് തന്നെയല്ലേ, സെന്റർ ആണ്. ഓയിൽ നിന്നും ഡിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നതും റേഡിയസ് തന്നെയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും പി ഡി ഈക്വൽ ടു ഒ ഡി മൈനസ് ഒ പി എന്ന് പറയാം. ഒ ഡി എന്ന് പറഞ്ഞാൽ ഈ റേഡിയസ്, ഇതിൽ നിന്നും ഒ പി എന്ന് പറഞ്ഞാൽ ഈ ദൂരം കളഞ്ഞാൽ നമുക്ക് പി ഡി കിട്ടും. അപ്പൊ ഒ ഡി എന്ന് പറയുന്നത് എത്രയാണ്? റേഡിയസ് ആണ്. റേഡിയസ് എത്രയായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? 7 ആണ്. 7 മൈനസ് ഒ പി എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. 7 മൈനസ് 3 ഈക്വൽ ടു 4 ആണെന്ന് കിട്ടി. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി സി എന്ന് പറയുന്നത് 10 ആണ്, ഇൻറ്റു പി ഡി എന്ന് പറയുന്നത് 4 ആണ്, ഈക്വൽ ടു 40 എന്ന് കിട്ടി. ഓക്കെ, ഈ പി എ ഇൻറ്റു പി ബി ഇപ്പൊ നമുക്ക് കിട്ടിയതാണ്
പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു 40. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു 40 എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട് ഉണ്ട്. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് പറയാം പി എ പ്ലസ് പി ബി എത്രയാണ്? പി എ ഇത് മൊത്തം, എ ബി എന്ന് പറഞ്ഞത് മൊത്തം, എ ബി എന്ന് പറയുന്നത് പി എ പ്ലസ് പി ബി ആണ്. അത് മൊത്തം എത്രയാണ്? 13 ആണെന്ന് അറിയാം. അപ്പൊ പി എ പ്ലസ് പി ബി എന്ന് പറയുന്നത് മൊത്തം നമുക്ക് 13 എന്ന് പറയാലോ. പറയാം, ഈക്വൽ ടു 13 എന്ന് പറയാം. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി നമ്മളൊന്ന് സോൾവ് ചെയ്യണം. ഗുണിച്ചാൽ 40 കിട്ടണം, രണ്ടും കൂടി ആഡ് ചെയ്താൽ 13 കിട്ടണം. അങ്ങനത്തെ രണ്ട് നമ്പേഴ്സ് ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മളിങ്ങനെ റാൻഡം ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കും. 40ന്റെ ഫാക്ടേഴ്സ് ആണ് എടുക്കുക. അപ്പൊ 1 ഇൻറ്റു 40 നമുക്ക് 40 പറയാം. പക്ഷെ 1 പ്ലസ് 40 എങ്ങനെയായാലും 13ലേക്ക് എത്തില്ല. അപ്പൊ ഞാൻ അടുത്ത കേസ് എടുത്തു. 2 ഇൻറ്റു 20 40 പറയാം. 2 ഇൻറ്റു 20 ഈക്വൽ ടു 40. 2 പ്ലസ് 40 എങ്ങനെയെങ്കിലും ചെയ്താലേ പറ്റുമോ? ഇല്ല, വരില്ല. അടുത്ത കേസ് 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് 3 വരില്ല. 40യുടെ ഫാക്ടർ അല്ലല്ലോ 3. അപ്പൊ 3 എടുക്കാൻ പറ്റില്ല. ഇനി 4 ഇൻറ്റു 10 പറയാം. 4 ഇൻറ്റു 10 ഈക്വൽ ടു 40 ആണ്. 4ഉം 10ഉം വെച്ച് 13 ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. 4 പ്ലസ് 13, 4 പ്ലസ് 10 14 വരും. 13ലേക്ക് എത്തുന്നില്ല. അപ്പൊ അതും പറ്റില്ല. 5 ഇൻറ്റു 8 ഈക്വൽ ടു 40 ആണ്. 5 പ്ലസ് 8 ഈക്വൽ ടു 13 ആണ്. ഇതല്ലേ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുണിച്ചാൽ 40 കിട്ടണം, കൂട്ടിയാല് 13 കിട്ടണം. അപ്പൊ നമുക്ക് പി എയും പി ബിയും കിട്ടി. 5ഉം 8ഉം ആയിട്ട് എടുക്കുക. അപ്പൊ ഈ ഫിഗർ നോക്കുമ്പോൾ പി എ ആണ് ചെറുത് അല്ലെ, പി ബിനേക്കാളും. അപ്പൊ നമുക്ക് പി എ എന്ന് പറയുന്നത് 5 ആയിട്ട് എടുക്കാം. അതേപോലെ പി ബി എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം. അപ്പൊ അതോട് കൂടിയിട്ട് ക്വസ്റ്റ്യൻ അവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇതിലെ പ്രോബ്ലംസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അവർക്ക് അത് നോക്കിയിട്ട് കാണാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.